Origins Cock, Chatta Pacha, Do or Die, The Ring of Rowdies. ഇതൊരു ആക്ഷൻ കോമഡി സിനിമയാണ്. ബേസ്ഡ് ഓൺ WWE, ഒരു ഇമിറ്റേഷൻ എന്ന് പറയാം WWEയുടെ. ഡയറക്ടർ അദ്വൈത് നായർ ഡെബ്യൂട്ടറാണ്. അദ്ദേഹം തന്നെയാണ് സ്റ്റോറിയും എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആൻഡ് ഡയലോഗ്സ് സനൂപ് തൈക്കുടം. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ശങ്കർ എസാൻ ലോയാണ്. 3 പേര് ചേർന്നാണ് ചെയ്തിരിക്കുന്നത്. പാട്ടുകൾ ചത്താപ്പച്ച എന്ന് പറഞ്ഞ സോങ് ഉണ്ട്, ദാറ്റ്സ് നൈസ് വൺ വിത്ത് ഫെജോ റാപ്പിംഗ്. ബാക്കി സോങ്സ് ഒന്നും വലിയ ഇമ്പ്രസീവായിട്ട് ഫീൽ ചെയ്യില്ല. എസ്പെഷ്യലി ഇതിൻ്റെ ടൈറ്റിൽ സോങ് ഒക്കെ ഭയങ്കര എന്താ ഒരു സോങ്. പിന്നെ ഇതിൻ്റെ ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത് മുജീബ് മജീദാണ്. മുജീബ് മജീദ് ആക്ഷൻ സീക്വൻസിലും എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലൊക്കെ പട്ടച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ കോമഡിക്കൊക്കെ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് പരിപാടിയാണ് അദ്ദേഹം ഇതിൽ ചെയ്തിരിക്കുന്നത്. DOP ആനന്ദ് സി ചന്ദ്രൻ, എഡിറ്റർ പ്രവീൺ പ്രഭാകർ. നല്ല വർക്കാണ്. എസ്പെഷ്യലി ആക്ഷൻ സീക്വൻസസിലും കളറിങ്ങും ഇൻറ്റീരിയർ പരിപാടിയില്ലേ, ആ ഒരു ഗോഡൗൺ പോലെ സെറ്റ് ഇട്ടിട്ട് ചെയ്ത പരിപാടിയൊക്കെ കിടുവാണ്. അതിൻ്റെ ഉള്ളിലുള്ള സീൻസ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ചെയ്തിരിക്കുന്ന കാലെ കിങ്സൺ ആണ്. എല്ലാവരെയും മാക്സിമം യൂസ് ചെയ്തുകൊണ്ടുള്ള പരിപാടിയാണ്. എസ്പെഷ്യലി WWE ഇമിറ്റേഷനും കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു ടെമ്പറമെൻറ്റ് പിടിച്ച് ചെയ്തിട്ടുണ്ട് ആക്ഷൻ. സിനിമയുടെ ബിഗിനിങ് എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലിംഗ് ആണ്. അതായത് നമ്മളെ പരിചയപ്പെടുത്തണമല്ലോ, ഇതിൽ ആരൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് സംഭവിച്ചത്, അവരുടെ ഭൂതകാലം ടു ദ പ്രസൻറ്റ്, അങ്ങനെ പറഞ്ഞു വരുന്ന പരിപാടി. അവിടെ ഭയങ്കര അതായത് സിനിമയ്ക്കകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. ആദ്യത്തെ അരമണിക്കൂറൊക്കെ ഞാൻ കിടന്ന് കറങ്ങുക പടം. ഇവർക്ക് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. അത് റൈറ്റിങ്ങിലുള്ള പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് അങ്ങ് സെറ്റാവുന്നില്ല. അതായത് പടത്തിലേക്ക് കയറാൻ പറ്റുന്നില്ല. ഇങ്ങനെ പറയുക അന്നാള് അത് ഇത്. അവിടെയാണ് ആ ബിൽഡപ്പിലാണ് നമ്മുടെ വാൾട്ടർ ലോപ്പസ് ഗുഹയ്ക്ക് ഒക്കെ വരുന്ന മമ്മൂക്ക ചെയ്ത കഥാപാത്രം. അതിനും ബിൽഡപ്പ്, ഒരു പഞ്ചവർണ്ണ ചിട്ടിയൊക്കെ ഇട്ടിട്ട് ആദ്യം മിന്നായ പോലെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം ലാസ്റ്റാണ് വരുന്നത്. അപ്പോൾ അത് പിന്നെ കുറേ പിള്ളേർ, ഈ വലുതായ ആൾക്കാരാണല്ലോ ഇവരൊക്കെ, അർജുന അശോകൻ ടീമൊക്കെ. അപ്പോൾ ഇവരെ കുട്ടിക്കാലം ഇങ്ങനെ കുറേ വെറുപ്പി പിള്ളേർ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്തോ പോലെ ഇങ്ങനെ ഒരു ക്രിഞ്ചടിക്കുക. അതും ഒരു തടിമാടനെ ഈ മുലകൊടി മാറാത്ത ഈ പീക്കിൽ ചാപാലി പിള്ളേർ പോയിട്ട് ചോട്ടാ മുംബൈ കാണാൻ പോയിട്ട് അവിടെ തിയേറ്റർ മുമ്പിൽ അടിക്കുകയൊക്കെ ചെയ്യുന്നു. ഇത് കംപ്ലീറ്റ് കൊച്ചിയാണ്, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി. അപ്പോൾ അതെന്ത് സീനാണ്, എന്താ ഇവർ ഇത്രയും ചെറിയ പിള്ളേർ പോയിട്ട് ഒരു തടിമാടൻ ഇടുക, ക്രിഞ്ച് ഭയങ്കര തൊലിയുന്ന സീനായി. ഇപ്പം അങ്ങനത്തെ കുറേ സീൻസുകളാൽ സമ്പന്നമാണ് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ്. വാൾട്ടറിൻ്റെ പിള്ളേരെ തൊടുന്നടാ ഇങ്ങനെ ഒരു പരിപാടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു ഉറപ്പിക്കും. അങ്ങനെ പിന്നെയാണ് ഓരോ കഥാപാത്രങ്ങൾ, അതായത് അറ്റ് പ്രസൻറ്റിൽ ഉള്ള വരുന്നത്. അതിൽ ഇഷാൻ ഷൗക്കത്ത് പ്രൊഡ്യൂസർ കോട്ടയാണ്. പുള്ളിക്ക് ഒരിക്കലും ചേരുന്ന ക്യാരക്ടറിൽ മിസ്കാസ്റ്റാണ്. പിന്നെ അറിയാമല്ലോ പ്രൊഡ്യൂസർ കോട്ടയിൽ ആർക്കും അഭിനയിക്കാം. ഒരു പാൽക്കുപ്പി ആയിട്ട് അനിയനൊക്കെയാണ്. പക്ഷേ പുള്ളി എന്താ 6 പാക്കൊക്കെ വരച്ച് വെച്ച പോലെ ഉണ്ട്. എന്താ പുള്ളിക്ക് പറ്റാത്ത റോളെടുത്ത് പുള്ളി ചെയ്തതായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ആ ഫൈറ്റിംഗ് പോർഷൻസൊക്കെ പുള്ളിയെ അവോയ്ഡ് ചെയ്ത് നിർത്തായിരുന്നു. ഇതതുമില്ല. എന്നിട്ട് അങ്ങനെ എന്തിനോ വേണ്ടി തലച്ചൊരു സാമ്പാറാണ് ഇഷാൻ എൻ്റെ ക്യാരക്ടർ പുള്ളി ചെയ്തത്. അങ്ങനെ തന്നെ അർജുന അശോകൻ ഡീസൻറ്റ് പെർഫോമൻസ് ആണ്. എസ്പെഷ്യലി ഫൈറ്റ് സീക്വൻസിലൊക്കെ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കട്ടയ്ക്ക് നിന്നിട്ടുണ്ട് വിശാഖിൻ്റെ കൂടെയും നമ്മുടെ താടി റോഷൻ്റെ കൂടെ. പക്ഷേ പുള്ളിക്ക് ബൈസപ്സ് മാത്രമേ ഉള്ളൂ. അതെന്നെ അങ്ങനെ മാക്സിമം ഒരു ടൈറ്റാക്കി പിടിച്ചേക്കുക. വേറെ ബോഡി കാണിക്കുന്നില്ല. അപ്പോൾ കാണിക്കാതെ വിശാഖിൻ്റെയും മറ്റേ റോഷൻ്റെയൊക്കെ അത്ര ബോഡി സെറ്റായിട്ട് കാണൂല, പാക്കൊന്നും ഉണ്ടായി കാണില്ല. മറ്റേ ഇല്ലേ പിന്നെ ഇഷാനെ പോലെ വരച്ച് വെച്ചായിരിക്കണം. അങ്ങനെ അർജുന അശോകൻ ബോഡി കാണിക്കാൻ, പക്ഷേ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡും പെർഫോമൻസും കൊണ്ട് പുള്ളി അത് പിടിച്ചിട്ടുണ്ട് ത്രൂ ഔട്ട്. കൂട്ടത്തിലൊരു പെണ്ണ് വേണമല്ലോ കുറേ ആണുങ്ങളുടെ കൂടെ. അപ്പോൾ അതുകൊണ്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർമനസ് മാത്യു ചെയ്ത ക്യാരക്ടർ ഒരു വിൻസി അലോഷ്യസ് ഫ്രം മീശോ കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട്. ഫൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വേദിക ശ്രീമോർ ചെയ്ത ഒരു കുട്ടി ക്യാരക്ടർ, അതും തുടക്കത്തിൽ നല്ല ഉറപ്പിക്കലായിരുന്നു. ആ ക്യാരക്ടർ ഇങ്ങനെ അനാവശ്യമായിട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. കുട്ടികളിങ്ങനെ അനാവശ്യം സംസാരിക്കുന്നതിന് ഭൂലോക വെറുപ്പിക്കൽ പരിപാടി റിയൽ ലൈഫിലേക്ക് കഴിയാത്ത ഇങ്ങനെ ഓവർ ടോക്കറ്റീവായിട്ട് ഇതും പറഞ്ഞുകൊണ്ടിരിക്കുക ശല്യമാണ്. പക്ഷേ ആ ക്യാരക്ടർ പിന്നീട് അതിൻ്റെ ഒരു ആർക്ക് ഡെവലപ്പ് ചെയ്ത് വന്നപ്പം പിന്നെ ഒരു ഇമോഷണൽ പരിപാടിയെ പിടിച്ച് പിന്നെ വേദിക നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ കുറേ നമുക്കത് ചെയ്യടാ, ഇത് ചെയ്യടാ, വാടാ, എടുക്കടാ, വേടാ, നമുക്ക് എങ്ങനെയൊക്കെ പ്ലാനിങ്ങും ബിൽഡപ്പും തന്നെ. പിന്നെ സിനിമയുടെ കോമഡി ട്രാക്ക് അവസാനം വരെ ഷോൾഡർ ചെയ്തത് 3 പേരാണ്. 3 ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്. ഒന്ന് ഒരു തടിയൻ ഡിയാടെക്നൻ സാധു, പുള്ളിക്ക് ഇടുക. പുള്ളിയുടെ കോമഡി ടൈമിങ്ങും ഡയലോഗ് ഡെലിവറിയൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ശ്യാംപ്രകാശ് MS ചെയ്ത ഒരു ക്യാരക്ടർ ഭസ്മാസുരൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി പൊട്ടിയൊക്കെ പാറ്റി കിട്ടലും പരിപാടിയായിരുന്നു. പുള്ളിയുടെയും കോമഡി സെറ്റാണ്. പിന്നെ വൈഷ്ണവ് ബിച്ചു ഹൈറ്റുള്ള ആളായിട്ട്. അങ്ങനെ ഇവർ 3 പേരും വന്നതിന് ശേഷം പടം ഒന്ന് മൂടായി. ലക്ഷ്മി മേനോൻ
അവർ വീഡിയോയിലൊക്കെ ഉള്ള പോലെ തന്നെ നമ്മൾ സ്ഥിരം വീഡിയോയിൽ കാണുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അത് അങ്ങനെ തന്നെ പുള്ളിക്കാർ ചെയ്തിട്ടുണ്ട്. പിന്നെ സിദ്ദിഖ് ഒരു വൈറ്റ് ആൻഡ് വൈറ്റ്, വലിയ പ്രാധാന്യമുള്ള റോളൊന്നുമില്ല. പിന്നെ സായ് കുമാർ ഇതിൽ കുംബയാണ്, കുംബ സായ് കുമാർ ഇരിക്കുക എങ്ങനെ വീൽ ചെയറിൽ ഫുൾ ടൈം ഇരുത്താം. പക്ഷേ പുള്ളി ഫേസ് എക്സ്പ്രഷൻ ആസ് ഓൾവേസ് അത് വെച്ച് പുള്ളി ക്യാരക്ടർ പിടിച്ചിട്ടുണ്ട്. റാഫിക്ക് തീരെ വയ്യ. റാഫി എന്ത് കോച്ചാണത്? വയ്യാത്തൊരു കോച്ച്. എന്നിട്ട് ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവസാനം. ഇതിൽ പടത്തിൽ കിട്ടിലോസ്കി എന്ന് പറയുന്ന വിശാഖ് നായർ, പിന്നെ താടി റോഷൻ മാത്യു, അവർ രണ്ടുപേരും വരുന്ന സീൻസ് പൊളിയാണ്. കാരണം രണ്ട് ഗംഭീര പെർഫോമൻസാണ്. എസ്പെഷ്യലി വിശാഖിന് നല്ല ചെയ്യാൻ റോഡിൻ്റെ ഒരു പൂക്കി ഒരു ബെൽറ്റൊക്കെ ഇട്ടിട്ട് പുള്ളിയുടെ ഡയലോഗ്സൊക്കെ അങ്ങനത്തെ ഓരോരോ കണ്ടംപററി കൈൻഡ് ഓഫ് ഡയലോഗ്സൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു കഥാപാത്രം. ലാസ്റ്റുള്ള 5 സീക്വൻസിലായി കഴിഞ്ഞാൽ രണ്ടുപേരും ബോഡിയൊക്കെ സെറ്റാക്കിയിട്ട് കിട്ടുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻ്റർവെല്ലിന് തൊട്ട് മുൻപുള്ള ഒരു സീക്വൻസ് ഉണ്ട്. അവിടെയാണ് ഈ WWE പരിപാടി തുടങ്ങുന്നത്. അതവർ നന്നായിട്ട് അട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു ആംബിയൻസ് സൃഷ്ടിച്ച് ഒരു നമുക്ക് റീവിസിറ്റ് ചെയ്യാം നമ്മുടെ കുട്ടിക്കാലം, ടെൻ സ്പോർട്സ്, WWE. ആ സാധനം നമുക്ക് അതിൽ തന്നെ പല റെസ്ലേഴ്സിൻ്റെയും അവരുടെ ഒരു ക്യാരക്ടർ, കോസ്റ്റ്യൂം, അവരുടെ സിഗ്നേച്ചറായിട്ടുള്ള മൂവ്സ് അങ്ങനെയെല്ലാം പിടിച്ചിട്ട് ചെയ്തേക്കുന്നത് യു കാൺ സീ മി ഒക്കെ വെച്ചിട്ട് ഉള്ള പരിപാടിയാണ്. അപ്പോൾ ആ ഭാഗത്ത് എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന സംഭവം പരിപാടിയൊക്കെ വെച്ചിട്ട് അത് ഇൻ്റർവെല്ലിൽ നല്ല ഇതായി. ഞാൻ പറഞ്ഞു. പിന്നെ പടം അങ്ങനെ തന്നെ ആ ഫ്ലോയിൽ അവസാനം വരെ മമ്മൂക്ക വരുന്നവരെ ആ ഫ്ലോയിൽ അങ്ങ് പോയിട്ടുണ്ട്. ഇവർക്ക് നൈട്രോ കിള്ളി, കടൽക്കൊമ്പൻ, മസ്താൻ, അങ്ങനെ എന്തൊക്കെയോ പേരൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നത് തന്നെ നമ്മൾ TV കാണുന്ന ഒരു വൈബ് തന്നെ കിട്ടിയിട്ടുണ്ട്. ടോഷ് ക്രിസ്റ്റി കൊമ്പൻ, അദ്ദേഹം ഇരട്ടകളും പരട്ടകളുമായിട്ടാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ചുമ്മാ അടി വാങ്ങുന്ന കഥാപാത്രം. ഇനിയാണ് വാൾട്ടർ ലോപ്പസ് ഗുഹുക്കി, സാക്ഷാൽ മെഗാസ്റ്റാർ മമ്മൂക്ക. അദ്ദേഹത്തെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും, കാരണം തുടക്കത്തിലെ അതിൻ്റെ ഒരു ഗ്ലിംസസ് തന്നിട്ടുണ്ടല്ലോ. അദ്ദേഹം വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിസപ്ഷൻ ആയിരുന്നേ, കാരണം ഫാൻസ് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. പക്ഷേ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി പീസ് എന്ന് പറഞ്ഞാൽ അസല് കോമാളി ക്യാരക്ടർ. അതായത് എന്താ പുള്ളി വന്ന് കാണിച്ച് പോയേക്കുന്നത്? അതായത് കറക്റ്റ് ബസൂക്ക 2.0, ബസൂക്കയുടെ അതേ മാനറിസംസ്. അതായത് നാവ് കടിക്കുക, പല്ലിളിക്കുക, കണ്ണുരുട്ടുക, എന്നിട്ട് വെച്ചാൽ കൂതറ കോസ്റ്റ്യൂംസ്, കൂത്തറയും മോശം കോസ്റ്റ്യൂംസിൽ അടുത്താലും മമ്മൂക്കനെ കണ്ടിട്ടില്ല. വെറും അബദ്ധം കോസ്റ്റ്യൂംസ്. എന്നിട്ട് ചപ്പടാച്ചി വിഗും. അത് എൻ്റെ മുടിക്ക് കളർ അടിച്ച് എങ്ങനെ ഉണ്ടാവും, ഏകദേശം അതുപോലെ ഉണ്ട്. എന്നിട്ട് ഡയലോഗ് ഡെലിവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ പുള്ളി പറയുന്നേ. അതായത് ആ ഫോട്ടോ വെച്ച് സ്ലാങ്ങിൽ എന്തൊക്കെയോ പറയാ. ഇത് കോമഡിയാണോ ഉദ്ദേശിച്ചത് അതോ മാസാണോ ഉദ്ദേശിച്ചത്? എന്നിട്ട് പുള്ളിയെ കൊണ്ടുപോയിട്ട് പാരലൈസ്ഡ് ആയിട്ട് പിന്നെ വീൽ ചെയറിലിരിക്കുന്ന സായ് കുമാറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് മമ്മൂക്കനെ കൊണ്ടച്ചെങ്കിരുത്തി. എന്നിട്ട് പുള്ളി ഇരുന്ന് ഇങ്ങനെ അടി കാണും. അതായത് ഇങ്ങനത്തെ ഒരു ആക്ഷൻ പടത്തിൽ ക്യാമിയോ വരുമ്പോൾ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ആക്ഷൻ ചെയ്യാൻ പറ്റിയ നടനായിരിക്കണം ഒന്നുകിൽ, ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അങ്ങനത്തെ ഒരു സംഭവം ഒരു ഫീൽ ചെയ്യിപ്പിക്കണം, അറ്റ്ലീസ്റ്റ് ഒരു ഓറയെങ്കിലും ഫീൽ ചെയ്യിപ്പിക്കണം. ഇത് ഒരു ആക്ഷൻ പടത്തിൽ വന്നിട്ട് അവസാനം കോമഡി ആയി കളഞ്ഞു. അതായത് ഒരിഞ്ഞ് ഇടി നടക്കുക, വാൻ പരിപാടി നടക്കുന്നതിനിടയ്ക്ക് മമ്മൂക്കയുടെ എൻട്രി, എന്നിട്ട് അവിടെ വന്നിട്ട് കോമാളിക്കളി ഭയങ്കര കോമാളി തറയിപ്പോയി മമ്മൂക്കിനെ കൊണ്ട് കാണിപ്പിച്ചത്. തസ്നി ഖാനാണ് ഈ സിനിമയിൽ മമ്മൂക്കയുടെ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. സോ ഈ WWE റീവിസിറ്റിംഗ് ആക്ഷൻ പരിപാടി, പിന്നെ അത്യാവശ്യം കോമഡി, തുടക്കം ഷോക്കായിരുന്നു എന്ന് മാത്രം. പിന്നെ അവസാനം മമ്മൂക്കയുടെ സൈക്യാട്രിക് ആക്ടിങ്, ഛത്ത പച്ച.